بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ അല്ലാഹുമ്മ സിദ്നാ ഇൽമ. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, 85 മുതലുള്ള 86 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത്. ഇൻഷാ അല്ലാഹ് 87 മുതൽ ഇന്ന് അവിടെ നിന്ന് അങ്ങോട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 206 പേജ് കണ്ടില്ലേ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا موسى الكتاب وقفينا من بعده بالرسل وآتينا عيسى ابن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم ففريقا كذبتم وفريقا تقتلون وقالوا قلوبنا غلف بل لعنهم الله بكفرهم فقليلا ما يؤمنون. ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب على غضب وللكافرين عذاب മുഹീൻ. 87 മുതൽ 90 വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിനു മുമ്പിലൊക്കെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയതുപോലെ ഏത് സമയത്തും ജൂതൻ്റെ ഷർറിൽ നിന്ന്, ജൂതൻ്റെ വഴിയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ ജൂതൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ചും ജൂതന്മാരുടെ തനി നിറങ്ങളെക്കുറിച്ചും അൽ-ബഖറയിൽ എമ്പാടും അള്ളാഹു വിശദീകരിച്ചതാണ് ആ ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് നമ്മൾ ഓതി കേൾപ്പിച്ച വചനം ഉലായിക്കല്ലദീന ഇശ്തറുൽ ഹയാത്ത് ദുനിയ ബിൽ ആഖിറ, ഈ നാളെയുടെ ലോകത്തിന് പകരം, ആഖിറത്തിന് പകരം ഈ ദുനിയാവ് വില കൊടുത്ത് വാങ്ങിയ ആളുകൾ. അത് കാരണത്താലാണ് ഇങ്ങനെയൊക്കെ ദുനിയാവിനോടുള്ള അമിതമായ ഇഷ്ടം കൊണ്ടാണ് ഏത് ജനതയും നശിച്ചു പോകുന്നതും കുഫറിലേക്ക് എത്തുന്നതും അള്ളാഹുവിൻ്റെ അദാബിന് കാരണക്കാരായി തീരുന്നതും. അതുതന്നെയാണ്
ജൂതർക്കും പറ്റിയത് അവരെക്കുറിച്ച് ഈ 11-ാമത്തെ ഹിസ്ബിൽ പറയുന്ന വചനം, വലഖദ് ആത്തൈന മൂസൽ കിതാബ, വലഖദ് ആത്തൈന തീർച്ചയായും നാം നൽകി, മൂസ അലിഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹ് പറയാണ് മൂസക്ക് നാം നൽകി അൽ കിതാബ വേദഗ്രന്ഥത്തെ. അറിയുമായിരിക്കും എല്ലാവർക്കും അല്ലേ? ഏത് ഗ്രന്ഥം നൽകിയത്? തൗറാത്ത് നൽകി. ഇസ്രായേൽ സമൂഹത്തിലേക്ക് വന്ന മൂസാ നബിയല്ല, പിന്നെ മൂസാ നബിയുടെ കാലം തൊട്ടല്ല ഇസ്രായേൽ സമൂഹം ഉണ്ടാകുന്നത്. നിങ്ങൾ പഠിച്ചതാണ്, യാക്കൂബ് നബിയുടെ ആ സന്താന പരമ്പരയാണ് ബനു ഇസ്രായേൽ. ഒരുപാട് അമ്പിയാക്കൾ വന്നു. ആ ഇസ്രായേലർക്ക് വന്ന ഒരു നബിയാണ് ആര്? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബിക്ക് അല്ലാഹു തആല തൗറാത്ത് എന്നുള്ള വേദഗ്രന്ഥം നൽകി. അത് അവരുമായി ഫിർഔനിൻ്റെ ആളുകളുമായിട്ടുള്ള മത്സരം നടക്കുന്നതും, എന്നിട്ട് കടൽ കടന്ന് സമുദ്രം മുറിച്ച് കടന്ന് അപ്പുറത്തേക്ക് എത്തുന്നതും, അങ്ങനെ പിന്നെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം 40 ദിവസം മാറി നിന്ന് തൗറാത്തുമായിട്ട് വന്നു. അങ്ങനെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല തൗറാത്ത് നൽകി. ഒരുപാട് പിന്നെ വ്യക്തിപരമായിട്ടുള്ള, അതുപോലെ തന്നെ പിന്നെ കുടുംബപരമായിട്ടുള്ള, സമൂഹപരമായിട്ടുള്ള ഇടപാടുകളുമായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ ഈ തൗറാത്തിലുണ്ട്. അങ്ങനെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത ഈ തൗറാത്ത് കൊണ്ട് തന്നെ അള്ളാഹു പിന്നെ ചെയ്തത് വഖഫൈന, നാം തുടർത്തിക്കൊടുത്തു മിൻ ബഅദിഹി, മൂസാ നബിക്ക് ശേഷവും ബിർറുസുൽ, ഒരുപാട് ദൂതന്മാരെ കൊടുത്തു. എല്ലാ നബിമാരും ഈ തൗറാത്തിൽ പറഞ്ഞ കാര്യത്തെ അതിനെ സ്ഥിരീകരിക്കാനും അതിനെ സത്യപ്പെടുത്താനും, അങ്ങനെ ലോകത്തേക്ക് ഏറ്റവും കൂടുതൽ പിന്നെ അമ്പിയാക്കൾ ലഭിച്ച സമൂഹമായിരുന്നു ഇസ്രായേൽ സമൂഹമായിരുന്നു അല്ലേ? നമ്മളിന്നും ഒരു യഹൂദിയെ പറ്റി പഠിക്കുമ്പോൾ, ഒരു ജൂതനെ പറ്റി പഠിക്കുമ്പോൾ മറ്റുള്ളൊരു മുശ്രിക്കിനെ പോലെയല്ല കാണുക. ഈ പിന്നെ നിശ്ചിത സമയം മുഹമ്മദ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിക്കുന്നു. അത് ജൂത സമൂഹത്തിൽ നിന്നുള്ള നബി അല്ല എന്നതുകൊണ്ട് മാത്രം. അതിനു മുമ്പുള്ള ആളുകൾ, ഈസാ നബി ഇസ്രായേൽ സമൂഹത്തിലെ അവസാനത്തെ നബിയാണ്. ഇസ്രായേലിലേക്ക് വന്ന അവസാനത്തെ നബി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. അവിടുന്ന് അങ്ങോട്ട് ഉള്ള എല്ലാ വിശ്വാസങ്ങളിലൊക്കെ നമ്മുടേതും ഈ ജൂതൻ്റെതും ഒക്കെ തന്നെയാണ് ഒരുപോലത്തെ വിശ്വാസം. അഥവാ നമ്മളോട് അടുത്ത് കിടക്കുന്ന ആളുകൾ, അവർ പിന്നെ മനസ്സിലാക്കുന്നതും അവരുടെ ആദർശവും നമ്മളൊക്കെ പഠിച്ചാൽ, ഇസ്ലാമും അതുപോലെ തന്നെ ക്രിസ്തു മതവും അതുപോലെ തന്നെ ജൂതമതവും അടുത്ത് കിടക്കുകയാണ്. സത്യത്തിൽ അവർ മാറ്റങ്ങൾ വരുത്തി എന്നതുകൊണ്ടാണ് അവർ പിഴച്ചു പോകുന്നത്. ഈ ക്രിസ്ത്യാനികളെ പറ്റി പിഴച്ചു പോയവർ ഇവർ, അതുപോലെ തന്നെ അള്ളാഹിൻ്റെ ശാപത്തിനും കോപത്തിനും വിധേയമായ ആളുകൾ. ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കി നമ്മൾ കഴിഞ്ഞ ആലു ഇമ്രാൻ സൂറത്ത് എടുക്കുമ്പോൾ നിങ്ങളൊരു ആയത്ത് ഓതിയിട്ടുണ്ടാവും, യഅരിഫൂനഹും, അവർ ശരിക്കും നമ്മളെപ്പറ്റി അറിയാം. ഏതുപോലെ? കമാ യഅരിഫൂന അബ്നാഅഹും, അല്ലേ? മക്കളെ മനസ്സിലാക്കുന്നത് പോലെ, സ്വന്തം ബാപ്പക്ക് കുട്ടീനെ അറിയുന്നത് പോലെ ഇസ്ലാമാണ് സത്യം എന്നും മുഹമ്മദ് റസൂലുള്ളാഹിയാണ് സത്യം എന്നും ശരിക്കും ഇവർക്ക് അറിയാം. എന്നിട്ടാണ് മാറിപ്പോകുന്നത്. അല്ലാഹ് പറയാണ് വഖഫൈനാ മിൻ ബഅദിഹി ബിർറുസുൽ, മൂസാ നബിക്ക് ശേഷം ഒരുപാട് ദൂതന്മാരെ അല്ലാഹു തആല ആ സമൂഹത്തിലേക്ക് കൊടുത്തു. എന്തിനാ കൊടുത്തതെന്നറിയോ? അള്ളാഹു ആ സമൂഹത്തിനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആ സമൂഹം ഓരോ നബിമാർ വന്ന് അവസാനിക്കുമ്പോഴത്തേക്കും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും അതൊക്കെ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹ് പിന്നെയും നബിമാരിങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. എന്നിട്ട് പറയുക ആത്തൈന, നാം നൽകി ഈസ ബിൻ മറിയമിൻ്റെ പുത്രൻ ഈസാക്ക് നൽകി അൽ ബയ്യിനാത്ത്, ദൃഷ്ടാന്തങ്ങൾ നൽകി. ഒന്ന് കൊടുക്കാൻ കാരണമുണ്ട് കേട്ടോ, എന്തിനു ദൃഷ്ടാന്തം നൽകി എന്നുള്ളത്. വ അയ്യദിനാഹു, നാം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി. എങ്ങനെ? ബിറൂഹിൽ ഖുദുസ്, അദ്ദേഹത്തെ ഈസാ നബിയെ ബലപ്പെടുത്തിയത് പരിശുദ്ധ ആത്മാവ് കൊണ്ട് ബലപ്പെടുത്തി. മൂസാ നബിക്ക് അല്ലാഹ് തൗറാത്ത് കൊടുത്തു. പിന്നീട് ഒരുപാട് നബിമാരെ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഈസാ നബീനെ പറ്റി പറയുമ്പോൾ അല്ലാഹ് എന്താ പറഞ്ഞത്? ഈസാ നബിക്ക് നാം ദൃഷ്ടാന്തങ്ങളും കൊടുത്തു. എന്തായിരിക്കും കാരണം? തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു, ഈസാ നബിയാണ് ലാസ്റ്റ് ഇസ്രായേലിൽ വന്ന അവസാനത്തെ നബി ഈസാ നബിയാണ്. ഈസാ നബിക്ക് അല്ലാഹ് കൊടുത്ത വേദഗ്രന്ഥം ഏതാണ്? ഇഞ്ചീൽ, അല്ലേ? തൗറാത്തിലുള്ള നിയമങ്ങൾ തന്നെയാണ് എല്ലാ ഇസ്രായേൽ സമൂഹത്തിലേക്ക് വന്ന നബിമാരും പ്രബോധനം ചെയ്തത്. ഈസാ നബിക്ക് ഇഞ്ചീൽ കിട്ടിയപ്പോൾ അല്പസ്വല്പ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഇപ്പോൾ ഖുർആനാകട്ടെ പിന്നെ ഇഞ്ചീലിനോട് സത്യപ്പെടുത്തിയിട്ടും തൗറാത്തിനോട് സത്യപ്പെടുത്തിയിട്ടും സബൂറിനോട് സത്യപ്പെടുത്തിയിട്ടാണ് ഖുർആൻ വന്നത്. പക്ഷേ നിയമങ്ങളിൽ പലതിലും എന്തുണ്ട്? മാറ്റങ്ങളുണ്ട്. ഇതുപോലെ ഈസാ നബി ഇസ്രായേലിയർക്ക് തന്നെ വന്നപ്പോൾ, ഈസാ നബിക്ക് അള്ളാഹു ഇഞ്ചീൽ എന്ന ഗ്രന്ഥം കൊടുത്തപ്പോൾ ചില വിഷയങ്ങളിൽ മാറ്റം വരുത്തിയത് കൊണ്ട്, അള്ളാഹു മാറ്റം വരുത്തിയത് കൊണ്ട് ഇസ്രായേലിയർ ജൂതന്മാർ അന്നും പറയാൻ തുടങ്ങി, ഇതാ തൗറാത്തിനെ നിഷേധിക്കുന്ന വ്യക്തിയാണ് ഈ ഈസ, അംഗീകരിക്കരുത്. ഇസ്രായേലിയർ ഈസാ നബിയെ ബുദ്ധിമുട്ടിക്കാൻ നോക്കി, പ്രയാസപ്പെടുത്താൻ നോക്കി. ഇദ്ദേഹം കള്ളനാണ്, നബിയല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈസാ നബിക്ക് അല്ലാഹു തആല ദൃഷ്ടാന്തങ്ങളെ കൊടുക്കാൻ കാരണമായത്. അഥവാ നബിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആളുകളെ അറിയിക്കണം. എന്തൊക്കെയായിരുന്നു? ആലു ഇമ്രാൻ സൂറത്ത് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാ, ഈസാ നബി മരിച്ചോരെ ജീവിപ്പിക്കും, അല്ലേ? കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ ഊതിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടി ആ പക്ഷിക്കുഞ്ഞ് ജീവൻ വെച്ച് പറക്കും. അതുപോലെ തന്നെ ആളുകൾ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ അതെന്താണെന്ന് ഈസാ നബി പറഞ്ഞു കൊടുക്കും. മരിച്ചവരെ അള്ളാഹിൻ്റെ തൗഫീഖോടുകൂടി അള്ളാഹിൻ്റെ അനുവാദത്തോടുകൂടി ജീവിപ്പിക്കും. ഇതൊക്കെ ഈ നന്ദികെട്ട ജൂതൻ്റെ മുമ്പിൽ ഈസാ നബിക്ക് പിന്നെ അവതരിപ്പിക്കേണ്ടി വന്നത്, ഈ ഈസാ നബി പോലും ജൂതർക്ക് വന്ന നബിയായിട്ട് കൂടി ഈസാ നബിയെ കളിയാക്കുകയും കളവാക്കുകയും ചെയ്തപ്പോൾ അള്ളാഹ് ഈസാ നബി നബിയാണ് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദൃഷ്ടാന്തങ്ങൾ കൊടുത്തത്. മനസ്സിലായില്ലേ? ഒരേ സമൂഹത്തിലേക്ക്. അഥവാ എന്നിട്ടാണ് ആ അള്ളാഹിൻ്റെ ഖുർആനിൽ പല സ്ഥലത്തും കാണാം, മുസ്ലിങ്ങളെ നിങ്ങൾ ഈ ജൂതൻ്റെയും ക്രിസ്ത്യാനിൻ്റെയും മാർഗത്തിൽ നിങ്ങൾ പോകണ്ട, അവർ രണ്ടുപേരും നിങ്ങൾക്കെതിരെ ശത്രുക്കൾ. എപ്പോഴും മുസ്ലിങ്ങളെ കൊല്ലാൻ ഈ രണ്ട് ടീമും ഉണ്ടാക്കുക. അതേ അള്ളാഹിൻ്റെ ഖുർആനിൽ തന്നെ കാണാം, ജൂതനും ക്രിസ്ത്യാനും എപ്പോഴും പകയില്ല. ഒരിക്കലും അവരെന്തല്ല, ഒരുമിക്കലല്ല. അന്നു മുതൽ ഈസാ നബിയെ ആക്രമിക്കുന്ന ആ സമയം മുതൽ അതവരിങ്ങനെ തുടങ്ങി വെച്ചിട്ടേ ഉണ്ട്. അത് ജൂതൻ അന്ന് തുടങ്ങി, എന്നും തുടങ്ങി, റസൂലുള്ളാഹിൻ്റെ കാലത്തും തുടങ്ങി, ഇന്നും ഈ ചതികൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഒരു ജൂതനും ക്രിസ്ത്യാനിയും ഒന്നിക്കുക. ഇല്ലെങ്കിലോ പരസ്പരം എപ്പോഴും ക്രിസ്ത്യാനികൾക്ക് പോലും ജൂതന്മാരെ പേടി. നമ്മൾ പിന്നെ ഒരുപാട് മുസ്ലിങ്ങൾക്ക് പിന്നെ ഫലസ്തീൻ രാഷ്ട്രത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ കേൾക്കുന്നു, പുറലോകം കേൾക്കുന്നു. പക്ഷെ അതിൻ്റെ കൂടെ ക്രിസ്ത്യാനികളുടെ സ്കൂൾ പൊളിച്ചിട്ടുണ്ടാകും, പള്ളി പൊളിച്ചിട്ടുണ്ടാകും, അവർക്കും പിന്നെ തല്ല് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ടാകും. പുറലോകം അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഏത് സമയത്തും അവർക്കും ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വേദനകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ ലോകത്ത് മൊത്തത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ എല്ലാവരും ശത്രുക്കളാകുന്നത് പോലെ അവരും ഒന്നിച്ച് ശത്രുക്കളാകുന്നു എന്നതാണ് നടക്കുന്നത്. അള്ളാഹ് പറയാണ്, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു തആല ദൃഷ്ടാന്തങ്ങൾ നൽകി ഒരു അനുഗ്രഹം. രണ്ടാമത്തതോ വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദ്സ്, ഈസാ നബിയെ പരിശുദ്ധാത്മാവ് കൊണ്ട് അള്ളാഹു തആല ബലപ്പെടുത്തി. 3 അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, ഇഞ്ചീൽ കൊണ്ട് ശക്തിപ്പെടുത്തി എന്നതാണ് റൂഹുൽ ഖുദ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2, പിന്നെ ഈസാ നബിയുടെ ആത്മാവ് കൊണ്ട് പിന്നെ ഈസാ നബിയെ ശക്തിപ്പെടുത്തി എന്നതാണ്. 3, ജിബ്രീലിനെ കൊണ്ട് ശക്തിപ്പെടുത്തി എന്നതാണ്. 3 നിങ്ങൾക്ക് തഫ്സീറിൽ കാണാം. അതിൽ ഏറ്റവും സ്വഹീഹായത് ഏത് തന്നെയായിരിക്കും? 3ാമത്തെ അഭിപ്രായമാണ്. ഈസാ നബിക്ക് ആരെ കൊണ്ട് ശക്തി കൊടുത്തു? ജിബ്രീലിനെ കൊണ്ട്. ജിബ്രീലിനെ പറ്റി ഒരു പേരുണ്ട്, റൂഹുൽ ഖുദ്സ് എന്ന് പറയും, പരിശുദ്ധാത്മാവ് എന്ന് പറയും, അല്ലേ? ആ റൂഹുൽ ഖുദ്സ് കൊണ്ട് ഈസാ നബിയെ ശക്തിപ്പെടുത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിബ്രീലിനെ കൊണ്ട് ഈസാ നബിയെ ശക്തിപ്പെടുത്തി. അപ്പോൾ ഈ ആയത്തിൽ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. തുടരെ വേറെ സൂറത്തുകളിലും അല്ലാഹ് പറയുന്നുണ്ട്, പിന്നെ സുമ്മ അർസൽന റുസുലഹും തത്ര, തുടർച്ചയായി ഈ ഇസ്രായേൽ സമൂഹത്തിലേക്ക് അല്ലാഹു തആല പിന്നെ പ്രവാചകന്മാരെ അയച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് ഈ ജൂതൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയാണ്, അഫകുല്ലമ ജാഅക്കും റസൂലും ബിമാ ലാ തഹ്വ അൻഫുസകും ഇസ്തക്ബർതും. അഫകുല്ലമ ജാഅക്കും, നിങ്ങൾക്ക് വരുമ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്യാണോ? അല്ലാഹ് ചോദിക്കുക. മുഹമ്മദ് റസൂലുള്ളാഹിയുടെ കാലത്താണ് ജൂതനോട് ഈ ചോദ്യം വരുന്നത്. ജൂതനോട് ചോദിക്കുക, നിങ്ങൾക്ക് വരുമ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്യാണോ? എന്ത്? റസൂലുൻ, ദൂതന്മാർ, ബിമാല തഹ്വ അൻഫുസകും, അല്ലയോ യഹൂദി, നിനക്ക് മനസ്സ് ഇഷ്ടപ്പെടാത്ത നിയമങ്ങളുമായിട്ട് നബിമാർ വരുമ്പോഴൊക്കെ നീ ചെയ്യാണോ? എന്ത്? ഇസ്തക്ബർതും, നീ കിബ്ർ നടിക്കുകയാണോ? നീ മനസ്സിലൊരു നിയമം, നിനക്കൊരു ഇഷ്ടം ഉണ്ടാകും. ഈ ഇഷ്ടത്തിന് എതിരായിട്ട് അള്ളാഹുവിൻ്റെ നിയമവുമായിട്ട് ഓരോ നബിമാർ വരുമ്പോഴും ഇവർ മുഹമ്മദ് റസൂലുള്ളാഹിനെ നിഷേധിക്കുന്നവരാണല്ലോ. എന്നാൽ ഇതേ ജൂതൻ ഇസ്രായേലിൽ വന്ന ഒരുപാട് നബിമാരെ നിഷേധിച്ചത് എങ്ങനെയാ? ഇവർക്ക് മനസ്സിന് തോന്നാത്ത നിയമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്തക്ബർതും, കിബ്ർ കളിക്കും.
നിഷേധിക്കുന്ന പറഞ്ഞത്. നമ്മളൊക്കെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വാചകം അത്. നമ്മളെ കിബർ എന്ന് പറഞ്ഞാൽ വലിയ വണ്ടി എടുത്തപ്പോൾ ഭയങ്കര കിബറാണ്, വലിയ അതും കിബർ, ഇതാ നമ്മളെ കിബർ. പക്ഷേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കിബറിനെ പറ്റി ഒന്നാമത് പറഞ്ഞ എന്താണ്? ബത്തറുൽ ഹക്ക് അല്ലെ, വാംതുന്നാസ്. കിബർ അഹങ്കാരം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സത്യം കേട്ടാൽ അംഗീകരിക്കാൻ സത്യം എന്നറിയാം. നമുക്കൊക്കെ അറിയാം. നമ്മൾ ഈ ശപിക്കപ്പെട്ട ജൂതനെയും ക്രിസ്ത്യാനെയും മാത്രം എടുക്കേണ്ട, നമ്മളെപ്പോഴും അങ്ങോട്ടാണ് ചിന്തിക്കുക. ഇതേ അവസ്ഥ നമ്മൾക്കുണ്ടെന്ന്. അള്ളാൻ്റെ ഖുർആനിലൊരു നിയമം കാണുന്നു, ഹദീസുകളിൽ ഇഷ്ടം പോലെ നിയമം നമ്മൾ കാണുന്നു. നമ്മൾ ചെറുപ്പം മുതൽ മദ്രസയിൽ അതിങ്ങനെ പഠിച്ച് പുസ്തകങ്ങളിൽ വായിച്ച് വായനകളിൽ കേട്ട് ക്ലാസ്സുകളിൽ കേട്ട് ഇഷ്ടം പോലെ നമുക്കറിയാം. പക്ഷേ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത എന്ത് കണ്ടാലും കുറ്റബോധം തോന്നിയിട്ട് ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ നമ്മൾ ചിന്തിക്കുക. ഇസ്തക്ബർത്തും, ആ സത്യത്തെ നമ്മൾ ഇതെൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഇത് പറ്റൂല, എൻ്റെ കച്ചവടത്തിൽ ഈ നിയമം അത് പറ്റൂല, എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഈ ഇസ്ലാമിൻ്റെ നിയമം ഒരിക്കലും ഒരുമിച്ച് കൊണ്ടുപോകില്ല, അതുകൊണ്ട് എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റുകയല്ല ഞാൻ ചെയ്യുക. എന്താ ചെയ്യുക? സ്വാഭാവികമായിട്ടും ഈ നിയമം നമ്മൾ നിരാകരിക്കും. ഇതാണ് ജൂതൻ നശിപ്പിക്കപ്പെടാനുള്ളൊരു കാരണം. ജൂതൻ അതുകൊണ്ട് നശിപ്പിക്കപ്പെട്ടു. അള്ളാഹ് ജൂതന് മാത്രം നശിപ്പിക്കൂ എന്നല്ല പറഞ്ഞത്. ഈ സ്വഭാവം നമ്മൾക്കുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നമുക്കും വരുമോ എന്ന് നമ്മൾ പേടിക്കുക. അള്ളാഹു നമുക്ക് ആക്കുമാറാകട്ടെ അല്ലേ. ഇതാണ് ജൂതൻ്റെ സ്വഭാവം. അള്ളാഹ് ചോദിക്കുക, നിങ്ങൾ ഇഷ്ടപ്പെടാത്തതുമായി നബിമാർ വരുമ്പോഴൊക്കെ നിങ്ങൾ അഹങ്കാരം നടിച്ച് മാറിക്കളയാണ്, എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഫഫരീഖൻ കദ്ദബ്തും. അപ്പോൾ നിങ്ങളിൽ ഒരു ടീം, ഫിർഖത്ത് എന്ന് പറഞ്ഞാൽ ഒരു ടീമാണ്, നിങ്ങളിൽ ഒരു വിഭാഗം കദ്ദബ്തും, എന്ത് ചെയ്യാണ്? നിങ്ങൾ ഒരു വിഭാഗം അവരെ നിങ്ങൾ കളവാക്കുന്നു, ഒരു വിഭാഗത്തെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? കളവാക്കുന്നു. വഫരീഖൻ തഖ്തുലൂൻ. നിങ്ങൾ ആ നബിമാർ വരുന്ന സമയത്ത് ഒരു വിഭാഗം നബിമാരെ നിങ്ങൾ തീർത്തും തള്ളിക്കളഞ്ഞു, കളവാക്കി കളഞ്ഞു. വഫരീഖൻ തഖ്തുലൂൻ. അവിടെയും അള്ളാഹ് വാ ഉപയോഗിച്ച് പറഞ്ഞതിന് മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്, അത് പണ്ടത്തെ കാലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്വഭാവമായിരിക്കൂല, ഇനി എപ്പോഴും ഉണ്ടാകുന്നൊരു സ്വഭാവമായതുകൊണ്ടാണ് പിന്നീട് അള്ളാഹ് വഫരീഖൻ തഖ്തുലൂൻ എന്ന് പറഞ്ഞത്. എന്താ? ഒരു കൂട്ടരെ നിങ്ങൾ കൊലപ്പെടുത്തി കളഞ്ഞു. ജൂതൻ്റെ സ്വഭാവമാണത്. മനസ്സിന് ഇഷ്ടപ്പെടാത്ത നിയമങ്ങളുമായിട്ട് നബിമാർ ഇസ്രായേൽ സമൂഹത്തിലേക്ക് വന്നപ്പോൾ ഒരു വിഭാഗത്തെ പച്ച കളവാക്കി, ഒരു വിഭാഗത്തെ ഇവർ കൊന്നുകളഞ്ഞു. ഏറ്റവും കൂടുതൽ അമ്പിയാക്കളെ കൊന്ന സമൂഹമാണ് ഏത്? ഇസ്രായേൽ. നമ്മളൊരിക്കലും ഇവരിൽ നിന്ന് എന്ത് ചെയ്യണ്ട? ഒരു അനുകമ്പ പ്രതീക്ഷിക്കേണ്ട. മരണം വരെ, വല്ലാഹി മരണം വരെ പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കണ്ട. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞില്ലേ, ആ കടൽ തീരത്ത് അവസാനം മുസ്ലിങ്ങളും ജൂതരും ലോകത്തെ ഏറ്റവും വലിയ ശക്തമായ ഒരു ഏറ്റുമുട്ടൽ വരും. അന്ന് മുസ്ലിങ്ങൾ ജൂതരെ കൊന്ന് തോൽപ്പിക്കും. എവിടെ ഒളിച്ചാലും അതൊക്കെ വിളിച്ചു പറയും, വന്നോ പിന്നിൽ ജൂതനിതാ കൊന്നോ. അതുവരെ ഇവർ നമ്മളെ കൊന്ന് തീർത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സമൂഹത്തിൽ നബിമാരെ കൊല്ലാൻ വേണ്ടി മാത്രമല്ല ഇവർ നോക്കിയത്. തൗറാത്ത് വായിച്ചിട്ട് ഞങ്ങൾക്കൊരു നബി വരാനുണ്ട്, ആ നബി ഞങ്ങളാളാണ് എന്നൊക്കെ വിശ്വസിച്ച ഈ ജൂതൻ ആ നബി വന്നത് യഹൂദി സമൂഹത്തിൽ നിന്നല്ലാത്തത് കൊണ്ട്, അറബി സമൂഹത്തിൽ നിന്ന് വന്ന നബി ആയതുകൊണ്ട് നിഷേധിച്ചു എന്ന് മാത്രമല്ല, റസൂലുള്ളാഹിനെ കൊല്ലാൻ എത്ര സമയം നോക്കി ഇവർ അല്ലേ. ഒരു തവണയൊന്നല്ല റസൂലുള്ളാഹിനെ കൊല്ലാൻ നോക്കിയത്, വിരുന്ന് വിളിച്ച് നോക്കി. അതുപോലെ തന്നെ കടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ആ നേരത്ത് ഒരു വീട്ടിലിരുത്തിയിട്ട് തലക്ക് മുകളിൽ കല്ല് വെച്ച് ആ കല്ല് കൊണ്ടെറിഞ്ഞ് കൊല്ലാൻ നോക്കി അല്ലേ, തമ്മിലടിപ്പിച്ച് കൊല്ലാൻ നോക്കി. അവസാനം എത്രത്തോളം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖൈബർ യുദ്ധ നേരത്ത് എനിക്ക് ഒരു ജൂതപ്പെണ്ണിനെ അതിഥിയായിട്ട് വിളിച്ചു. ആ ജൂതപ്പെണ്ണ് മുൻകൂട്ടി ആളുകളോട് ചോദിച്ചു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാംസത്തിൽ ഏറ്റവും ഇഷ്ടം ഏത് ഭാഗത്തോടാണ്? മനസ്സിലാക്കി അവിടെ പരമാവധി വിഷം പുരട്ടി വീട്ടിലേക്ക് വിളിച്ചു. ബിശർ റളിയല്ലാഹു അൻഹു റസൂലുള്ള പോയി ഭക്ഷണം കഴിച്ചു. ബിശർ റളിയല്ലാഹുവിൻ്റെ വയറ്റിലേക്ക് ആ ഭക്ഷണം എത്തി. അദ്ദേഹം അവിടെ തന്നെ പടഞ്ഞു മരിച്ചു. റസൂലുള്ള വായിൽ ആ ഭക്ഷണം വെച്ചു. അള്ളാഹ് കൊടുത്തു വഹി, റസൂൽ എന്ത് ചെയ്യരുത്, കഴിക്കരുത്, ഇതിൽ വിഷമുണ്ട് അല്ലേ. വഹി വന്നപ്പോൾ റസൂൽ ഭക്ഷണം തുപ്പിക്കളഞ്ഞു. എന്താ റസൂലുള്ള പറഞ്ഞത്? മരിക്കുന്ന സമയത്തും ആയിഷ ബീവിയോട് അവസാന സമയത്ത് പറയുക, ആയിഷ, ഖൈബറിൽ വെച്ചിട്ട് ആ ജൂതപ്പെണ്ണെനിക്ക് തന്ന ആ ഭക്ഷണത്തിൽ ആ വിഷം പുരട്ടിയ ആ വിഷമുണ്ടല്ലോ, ഇന്നെൻ്റെ രക്തധമനികൾ പൊട്ടിപ്പോകുമാറ് എനിക്കതിൻ്റെ വേദന ഇന്നും അനുഭവിക്കുന്നു. ഇന്ന് അനുഭവിക്കുന്നു എന്നല്ല, ഇന്നും അനുഭവിക്കുന്നു. എന്നും റസൂലുള്ളാഹിക്ക് ആ വേദന ഉണ്ടായിരുന്നു അല്ലേ. ആ പെണ്ണിനോട് റസൂലുള്ള പിന്നീട് ചോദിച്ചു മുസ്ലിമായപ്പോൾ, നീ എന്തിനായി പണി ചെയ്ത് അല്ലേ. നോക്കുകയാണെങ്കിൽ റസൂലുള്ളാഹിനെ കൊല്ലാൻ ജൂതരിൽ ആണും പെണ്ണും
അത് ഇസ്രായേൽ സമൂഹത്തിൽ തന്നെ കൊന്ന് തളികയിൽ വെച്ച് അങ്ങാടിയിലൂടെ നടന്ന് അത്ര മോശമാക്കി, പ്രയാസപ്പെടുത്തി. അത് തുടർന്നു കൊണ്ടേയിരിക്കുക. അത് ഖിയാമത്ത് നാൾ വരെ ഈ വിഭാഗത്തിനടുത്ത് നമ്മൾ എന്ത് ചെയ്യണ്ട, ഇത് പ്രതീക്ഷിച്ച് നിൽക്കണ്ട. ഏറ്റവും നമ്മളെ മുസ്ലിങ്ങളെ ഇന്ന് ഒരു മനുഷ്യരായിട്ട് കാണാത്ത രീതിയിൽ അത് ആ സമൂഹം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്രായേൽ ആ ഭാഗത്ത് ചില സ്ഥലത്ത് ബോർഡ് കണ്ടിട്ടുണ്ട്. എന്താ കണ്ടത്? ഈ ഭാഗത്തേക്ക് ജൂതരെ നിങ്ങൾ പോകണ്ട, പ്രാകൃത ജീവികളായ മുസ്ലിങ്ങൾ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഒരു നാട്ടിൽ ബോർഡ് വെക്കുക അല്ലേ? ഒരു നാട്ടിൽ പിന്നെ ഒരു മുസ്ലിങ്ങളെ നാട്ടിൽ അവർ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അവരെ മുസ്ലിങ്ങളെ സ്വന്തം പ്രദേശത്ത് അവർക്ക് അവിടെ നിയമമാണ്. എന്താ നിയമം? ഇവിടെ വണ്ടി ഓടിക്കാൻ പാടില്ല, നടന്നിട്ടേ പോകാൻ പാടുള്ളൂ. മുസ്ലിങ്ങൾ മാത്രമുള്ളൊരു ഭാഗത്ത് നടന്നിട്ട് മാത്രം പോകുക. എവിടെയും ശ്വാസം മുട്ടിക്കുകയാണ്. അങ്ങോട്ട് പോയിക്കൂടാ, ഇങ്ങോട്ട് പോയിക്കൂടാ, വന്നുകൂടാ, മരുന്നങ്ങോട്ടേക്ക് എത്തിച്ചു അവരുടെ സാധനം പുറത്ത് കൊണ്ടുപോയി വിറ്റുകൂടാ. എങ്ങനെയാണ് ഒരാളെ നശിപ്പിക്കാൻ, ഒരാളെ കൊന്നുകളയാൻ, ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ, അങ്ങനെ കൊല്ലാൻ അന്നു മുതൽ തുടങ്ങി ഇന്നും അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അള്ളാഹുവോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാ. അത്ര നിലക്ക് അത് പിന്നെ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കത് സങ്കടം വരും അല്ലേ? ബൈത്തുൽ മുഖദ്ദസ് നമുക്കറിയാം, ലോകത്ത് 3 പള്ളികൾ നമുക്ക് പിന്നെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് യാത്ര പോകാൻ പറ്റുന്ന 3 പള്ളികളാണ്. അതിൽ നമ്മൾക്ക് ആ പള്ളി കയറി നിസ്കരിക്കുമ്പോഴും അവിടെ ജനിച്ച് വളർന്നൊരു മുസ്ലിമിന് ആ നാട്ടിലത്തെ പള്ളി കയറണമെങ്കിൽ 50 വയസ്സ് കഴിയണം. 50 വയസ്സാകാതെ ബൈത്തുൽ മുഖദ്ദസ് പോയിട്ട് ഒരു ഫലസ്തീനിക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ മുമ്പേ നിസ്കരിക്കണമെങ്കിൽ അവർ പിന്നെ രോഗികളാകണം, കയ്യും കാലൊന്നും ഇല്ലാതിരിക്കണം, പ്രശ്നങ്ങൾ എന്തെങ്കിലും താവാനായിരിക്കണം. ഇല്ലെങ്കിലോ ഇവരുടെ പ്രത്യേകം പെർമിഷൻ ഉണ്ടായിരിക്കണം. കൊടുക്കുന്നില്ല, അവർ തീരുമാനിക്കാൻ കൊടുക്കുന്നില്ല. എന്തേ? നമ്മുടേതാണ് പള്ളി, നമ്മളാണ് അതിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളാണ് അതിനെ മേൽനോട്ടം വഹിക്കുന്നത്. എന്നാലും നിയമം ലോകത്തെ എല്ലാവരെക്കാളും മുമ്പേ ഇവർ കാറ്റിൽ പറത്തിയിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് തീരുമാനമെടുത്തുകൊണ്ടിരിക്കുക. ഇത് കാലങ്ങൾക്ക് മുമ്പ് അല്ലാഹ് പറയാണ്, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുമായിട്ടാണ് ഈ നിയമങ്ങൾ വരുമ്പോൾ നിങ്ങൾ അവരെ കളവാക്കുന്നു, എന്നിട്ട് അവരെ കൊല്ലുകയും ചെയ്യുന്നു. ഒരു കാലത്ത് കൊന്നു തീർത്തു എന്നതുകൊണ്ട് പറയാതെ ഏത് സമൂഹത്തും ഈ സ്വഭാവം ഉണ്ടാകും എന്നതിന് വേണ്ടിയാണ് അല്ലാഹു തആല ഇങ്ങനെ തന്നെ വഫരീഖൻ തഖ്തുലൂൻ, നിങ്ങൾ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. കൊലപ്പെടുത്തി എന്ന് പറയാതെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ള പറഞ്ഞത് അത് ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടുണ്ടോ ഈ ആയത്തിൽ? എന്തെങ്കിലും ഡൗട്ടുണ്ടോ? അടുത്ത ആയത്ത് എടുക്കട്ടെ അല്ലേ? ജൂതം പറയാണ്, വഖാലു, അവർ പറഞ്ഞു, ഖുലൂബുന, ഞങ്ങളുടെ ഹൃദയങ്ങൾ, ഗുൽഫുൻ, അത് പിന്നെ ഉറയിട്ട് മൂടിക്കളഞ്ഞിട്ടുണ്ട്. അത് ഫുൾ മൂടിയിട്ടുണ്ട്. എന്തിനാ മൂടിയത്? ബൽ ലഅനഹുമുല്ലാ, പക്ഷേ അള്ളാഹു അവരെ ശപിച്ചിരിക്കുകയാണ്. ബികുഫ്രിഹിം, അവരുടെ അവിശ്വാസം കൊണ്ട്. ഫഖലീലൻ, വളരെ കുറച്ചേ മാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയുള്ളൂ. ഒന്നും കൂടെ നോക്കിക്കോ. വഖാലു, അവർ പറയുന്നു, ഖുലൂബുന, ഞങ്ങളുടെ ഹൃദയങ്ങൾ, ഗുൽഫുൻ, അത് മൂടപ്പെട്ടതാണ്, ഉറയിട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ബൽ ലഅനഹുമുല്ലാ, പക്ഷെ അതല്ല സത്യം, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. ബികുഫ്രിഹിം, അവരുടെ കുഫ്ർ കൊണ്ട്. ഫഖലീലൻ, അപ്പോൾ വളരെ കുറച്ച് മാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കൂ. ആദ്യം അള്ളാഹ് പറഞ്ഞത് അവർ ജൂതൻ്റെ ഒരു സംസാരമാണ്, ഞങ്ങളുടെ ഹൃദയം മൂടപ്പെട്ടിട്ടുണ്ട്. ഉദ്ദേശിക്കുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇസ്ലാമിൻ്റെ സന്ദേശം ഇവരോട് പറയും. അറബി മുശ്രിക്കുകളെക്കാൾ ആദ്യം ഇസ്ലാമിലേക്ക് വരേണ്ടത് ആരായിരുന്നു? ജൂതന്മാരാ അല്ലേ? ഇവരോട് ദഅവത്ത് നടത്തുമ്പോൾ ഇവർ പറയാം, നിങ്ങളെ ദഅവത്തൊന്നും നമുക്ക് വേണ്ട, ഞങ്ങളെ ഹൃദയം മൂടിയിട്ടുണ്ട്, നിങ്ങളെന്ത് പറഞ്ഞിട്ടെന്താ, ഞാൻ കേൾക്കൂല. നമ്മളവിടെ ചില ആൾക്കാർക്ക് പറയൂലേ, ജാറത്തിലൊക്കെ പോയി ശിർക്കൊക്കെ ചെയ്ത് അതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് എല്ലാ ശിർക്കും ചെയ്തിട്ട് നമ്മൾ ഇതൊക്കെ തെറ്റാണ്, നിങ്ങളൊന്നും പറയണ്ട അല്ലേ? മുമ്പ് ഈ മുടിയുടെ വിഷയം നാട്ടിലുണ്ടായിരുന്നു. പിന്നെ ഈ മുടി തരികിടയാണ്, തരികിടയല്ല എന്ന് അവരെന്നെ തർക്കിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒരു സാധു പറഞ്ഞതാ, മുജാഹിദികളെ നിങ്ങളെന്തിനാ ഞങ്ങളോട് പിന്നെ ഇതൊന്നും ചെയ്യേണ്ടത്, തട്ടിപ്പാണ്, ആ വെള്ളം തട്ടിപ്പാണ്, മുടിയിട്ട വെള്ളം കുടിച്ചാൽ ബർക്കത്തുണ്ടാവും നിങ്ങൾ പറ. ഞങ്ങളെ ഉസ്താദ് ഞങ്ങൾക്കിനി മക്കയിലെ ഹജ്ജ് അവിടെ നിർത്തി വെച്ചിട്ട് ഇനി കേരളത്തിൽ ചെയ്താൽ മതി നിങ്ങൾ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ ചെയ്യാൻ റെഡിയാണ്, നിങ്ങളെന്ത് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യൂല, കേൾക്കൂല. ഇങ്ങനത്തെ ചില ടീമുണ്ട് അല്ലേ? അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞത്. അതേമാതിരിയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരോട് പറയുന്നത്. നിങ്ങൾ അടുത്ത ആയത്തിൽ വരുന്നുണ്ട്,
എങ്ങനെ ഒരു ജൂതനെ നിഷേധിക്കാൻ പറ്റിയ? റസൂലുള്ള വരുന്നത് വരെ, പിന്നെ റസൂലുള്ള വരുന്നതിൻ്റെ എത്രയോ മുമ്പ് മദീനത്തേക്ക് താമസം മാറ്റി ജൂതന്മാർ. ഇവിടെയാണ് റസൂലുള്ള എത്തുന്നവർക്കറിയാം. എന്നിട്ട് മദീനത്തെ മുശ്രിക്കീങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്കൊരു നബി വരാനുണ്ട്, ആ നബി ഇങ്ങോട്ട് വരട്ടെ, ആ നബിയുടെ പിന്നിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് മദീനത്തെ ഔസിനോടും ഹസറജിനോടും തർക്കിച്ചു പറഞ്ഞ ആൾക്കാരാ. പഠിച്ചവൻ ആ നബിയോട് എത്തിക്കട്ടെ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ച ആൾക്കാരാ ജൂതൻ വിചാരിച്ചു ഈ ഹിബ്രു സംസാരിക്കുന്ന നബിയായിരിക്കും വരികയെന്ന്. വന്ന നബി എവരിൽപ്പെട്ടതാണ്? അറബികളിൽപ്പെട്ട നബിയായിപ്പോയി. അതോടുകൂടി ഇവരുടെ പിന്നെ എല്ലാം തകർന്നു. കാരണം ഇവർക്കൊരു കുത്തകയാണ്. ജൂതന്മാർ പറയല്ലോ, ഖുർആനിൽ നിങ്ങൾ കാണലില്ലേ, ഞങ്ങൾ വളരെ കുറച്ച്, ഞങ്ങളൊന്നും നരകത്ത് പ്രവേശിക്കൂല. ജൂതന്മാർ പറയുന്നത് ഞങ്ങൾ അള്ളാഹിൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്, ഞങ്ങളോടാണ് അള്ളാഹ്ക്ക് ഇഷ്ടം, ഞങ്ങളിനി നരകത്ത് പ്രവേശിച്ചാൽ തന്നെ വളരെ കുറച്ച് ദിവസം ഞങ്ങൾ നരകത്ത് പ്രവേശിക്കൂ, മാത്രമല്ല ഏറ്റവും കൂടുതൽ നബിമാർ വന്ന സമൂഹമാണ് ഞങ്ങൾ എന്ന് വെച്ച് ഒരു അമ്പിയാക്കളുടെ ഒരു തറവാടിത്തം അവകാശപ്പെട്ട ജൂതന്മാർക്ക് തിരിച്ചടിയായി. അവർ നിന്ദിച്ച അറബി ഗോത്രത്തിൽ തന്നെ അള്ളാഹരെ കൊടുത്തു, നബിയെ കൊടുത്തു. ആ റസൂലുള്ളാഹിയുടെ ഉപദേശം ഒരിക്കലും ഇവർക്ക് എന്തില്ല, സ്വീകരിക്കാൻ താല്പര്യമില്ല. ഇസ്രായേലരിൽ നബിമാർ വന്നതുപോലെ ഇവരിഷ്ടപ്പെടാത്ത പലതും ഈ മുഹമ്മദ് റസൂലുള്ളാഹിയും എന്ത് ചെയ്തു, കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറയാണ്, ഞങ്ങളോട് നിങ്ങൾ ഇസ്ലാമിനെ പറ്റി ഒന്നും പറയണ്ട. വഖാലു ഖുലൂബുനാ ഗുൽഫ്, ഞങ്ങളുടെ ഹൃദയം എന്തായിട്ടുണ്ട്, ഹൃദയങ്ങൾ മൂടപ്പെട്ടിട്ടുണ്ട്, ഇനി ഒരു സന്ദേശം ഞങ്ങളോട് പറയണ്ട. ഇത് ജൂതൻ്റെ വാക്കാണ്. പക്ഷെ അള്ളാഹ് കൊടുക്കുന്ന മറുപടി ബല്ലഅനഹുമുല്ലാഹ്, നിങ്ങളുടെ ഹൃദയം മൂടിയതൊന്നല്ല. യഹൂദി, നീ മനസ്സിലാക്കിക്കോ, അള്ളാഹിൻ്റെ ശാപം അവർക്കുണ്ടായിട്ട് അള്ളാഹ് അവരെ ശപിച്ചിട്ടുണ്ട് ബിക്കുഫിരി, അവരുടെ കുഫർ കൊണ്ട്. അതുകൊണ്ട് ഇത് അത്തേറ്റ തൗഫീക്കില്ലാഞ്ഞിട്ടാ. നമ്മളും ഇതന്നെ ചിന്തിക്കേണ്ടത്. നമുക്കൊക്കെ ചില ആൾക്കാരെ കാണുമ്പോൾ ഇങ്ങനെ സങ്കടം വരും അല്ലേ? എത്രയോ ഒരു ഖുർആൻ പഠിക്കാൻ വിളിക്കുക, ഹദീസ് പഠിക്കാൻ വിളിക്കുക, നിസ്കരിക്കാൻ വിളിക്കുക, പടച്ചോനെ പഠിച്ച് ജീവിക്കാൻ വിളിക്കുക, എന്ത് പറഞ്ഞാലും കേൾക്കാതെ ദുനിയാവിന് വേണ്ടി മാത്രം ഓടി നടക്കുന്ന ആൾക്കാരുണ്ട്. അവർ വിചാരിക്കുന്നു അവർ ഭയങ്കര ഒരു വിജയത്തിലുള്ളത്. ആ മനുഷ്യർ പറയുക, നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കണ്ട, ഈ സംസാരമായിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഈ ദൈവത്തിനൊക്കെ ഈ മാർക്കറ്റിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ രാഷ്ട്രീയമൊക്കെ പറഞ്ഞോ, നിങ്ങളും ആ പാർട്ടിയാണ്, നമ്മളും ഈ പാർട്ടി, അതൊക്കെ ലോക്യം, പക്ഷേ ഇത് പറയണ്ട, തൗഹീദ് പറയണ്ട അല്ലേ? അത് ഞങ്ങളെ ചെയ്ത് വന്ന പണികൾ ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടേയിരിക്കും. ഞാൻ വിചാരിക്കുന്നു അവൻ്റെ ഒരു പിന്നെ പ്രത്യേക കഴിവ് കൊണ്ട് ഇത് കേൾക്കാതെ പറയുന്ന ആൾക്കാരെ നിന്ദിച്ചുകൊണ്ട് രക്ഷപ്പെടുക നാണും കൊണ്ടും വിചാരിക്കുന്നു. പക്ഷെ അവനിക്കും അള്ളാഹ് ഖുർആനിൽ എത്രയോ സ്ഥലത്ത് മുശ്രിക്കീങ്ങളെ പറ്റിയും കാഫിര്യങ്ങളെ പറ്റിയും പറഞ്ഞു. അള്ളാഹ് സീലി വെച്ചിട്ടുണ്ടാവും അവരുടെ ഹൃദയങ്ങൾ അല്ലേ? അള്ളാഹു ഒരു മനുഷ്യർക്ക് പിന്നെ ഹിദായത്ത് അങ്ങോട്ട് കൊടുക്കേണ്ടാന്ന് തീരുമാനിച്ചിട്ട് ഒരു മനുഷ്യൻ്റെ കുഫർ കൊണ്ടും കിബർ കൊണ്ടും അവൻ്റെ ഹൃദയം മൂടിക്കഴിഞ്ഞാൽ പിന്നെ ഓനിക്ക് ഇസ്ലാമിലേക്ക് വരാൻ പിന്നെ പറ്റൂല. സൂറത്ത് ഹുജറാത്തിൻ്റെ അവസാന ഭാഗത്ത് കാണാം, യമുന്നൂന അലൈക്ക, റസൂൽ അവരെ എടുത്ത് പറയാണ്. ഈ എന്താ എടുത്ത് പറയുന്നത്? ഞങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുന്നു, മുസ്ലിങ്ങളായിരിക്കുന്നു എന്ന്. നമുക്കൊക്കെ അങ്ങനെയുണ്ട് അല്ലേ? ഞാനൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എന്നൊരു കാണിക്കും അല്ലേ, ഞാനൊക്കെ ഇതിൻ്റെ ആളാന്ന് കാണിക്കും. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിനൊക്കെ വിളിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തോ ഇസ്രായേൽ സെൻറ്ററിനോടോ അല്ലെങ്കിൽ എന്തോ ദൈവത്തിനോടോ നമ്മൾ വലിയൊരു ത്യാഗം ചെയ്ത പോലെ നമുക്ക് തോന്നലുണ്ടോ നിങ്ങൾക്കങ്ങനെ അല്ലേ? നമ്മൾ വലിയൊരു ത്യാഗം സഹിച്ച പോലെ ചിലക്കാർക്ക് കാണുക എന്ന് അവർ വരുമ്പോൾ ബഹുമാനിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഒരു പോയിക്കളയും ഓരോ ഇനിയും വിളിക്കണം. എന്തിനായി വിളിക്കുന്നത് അല്ലേ? ആരെങ്കിലും ഇവിടെ നിന്ന് വീട്ടിൽ നിങ്ങൾ OTP കൊണ്ടുപോയോ, അല്ലെ ഇവിടുത്തെ കമ്മിറ്റിക്കാരോ ഇവിടുത്തെ ആൾക്കാരോ ആരോ ആയിക്കോട്ടെ, നിങ്ങൾ എന്തെങ്കിലും പിന്നെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഇവിടുത്തെ ദുനിയാവിൽ ഓരോ ഏതെങ്കിലും മുതലുകൾ കൊണ്ട് വാങ്ങിപ്പിക്കാനാണോ? ഒന്നുമല്ല. പക്ഷെ അള്ളാഹ് പറയാ ബൽ, പക്ഷേ റസൂൽ അവരോട് പറ, അവർ അള്ളാഹിനോടല്ല ഈ ഔദാര്യം കാണിക്കുന്നത്, പക്ഷേ അള്ളാഹു അവരോടാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? ഔദാര്യം കാണിക്കുന്നത്. നിങ്ങളെന്ന് പറയുമ്പോൾ വന്നിട്ട് പിന്നെ ചീത്ത പറയാന്നിരിക്കണം കേട്ടോ. നമ്മൾ ഈ ദീനീ രംഗത്തൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നും ഞാനായിട്ട് അള്ളാഹിനോട് അല്ല ഇസ്ലാമിനോട് ഞാൻ വല്ലാണ്ട് കണ്ട് കാണിക്കുന്നുണ്ട്. അതൊന്നല്ല, അള്ളാഹ് നിനക്ക് ഇങ്ങോട്ടൊരു ഔദാര്യം തരിക. നീയും അവരെ പോലെ ജഹാലത്തിൽ നടക്കേണ്ട ആളായിരുന്നു. വ്യാഴാഴ്ച രാത്രി നീയും എല്ലാ തോന്നിവാസ പരിപാടിക്കും ഗാനമേളക്കും കൂത്താട്ടത്തിനും ഒക്കെ നീയും പോകേണ്ടിയായിരുന്നു. പക്ഷെ അള്ളാഹ്ക്ക് ഇത്തിരി നിന്നോട് ഇഷ്ടം വന്നു. അപ്പോൾ അള്ളാഹ് നിന്നെ മെല്ലെ ഇങ്ങോട്ടേക്ക് മാറ്റി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നാട് വിട്ട് നിങ്ങളെ നിയന്ത്രിക്കാൻ ഒരാളും ഇല്ല, പ്രത്യേകിച്ച് ഫാമിലിയൊന്നും ഇവിടെ ഇല്ലാത്ത ഒരാളും നിയന്ത്രിക്കാനില്ല, ആരും ചോദിക്കാനില്ല. എല്ലാ തെറ്റും ഇനി നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണാനുള്ള അവസരമുണ്ട്. പക്ഷെ എന്താ നമ്മൾ തടുത്തു മാറ്റിയത്? നമ്മൾ ഇത്തിരി അള്ളാഹിലേക്ക് അടുത്തപ്പോൾ അള്ളാഹ് അതിനേക്കാൾ അള്ളാഹ് ഇങ്ങോട്ടേക്ക് എടുത്തു.
അള്ളാഹ് ഇത് തന്നു. ചില ആൾക്കാരെ നിങ്ങൾ കാണുകയില്ലേ, ഇവിടെ ഒക്കെ ഇങ്ങനെ സജീവമായി കാണുമായിരുന്നു, ഇവിടെ കാണുമായിരുന്നു, പള്ളി കാണുമായിരുന്നു, ദേവാരംഗത്ത് കാണുമായിരുന്നു, ഒക്കെ കാണും. മെല്ലെ പോയി 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 ഓൻ ഇതിൽ സുഖത്തിലേക്കാണോ പോകുന്നത്? ഇല്ല. പിന്നെ ഓന് ഈ ക്ലാസ്സിലൊക്കെ വരുമ്പോൾ നിസ്കാരത്തിൻ്റെ മനസ്സിലാവും, ഇപ്പോൾ നിസ്കരിക്കും, പിന്നെ ജമാഅത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കും, അങ്ങനെ നിസ്കരിക്കും, നോമ്പെടുക്കും, സക്കാത്തും സത്തൊക്കെ ഒക്കെ കൊടുക്കും. പോയാലോ മെല്ലെ 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 ഒറ്റയടിക്കാരും നിഷേധിയാകൂല. അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അള്ളാഹിൻ്റെ ഖുർആനിൽ പറഞ്ഞതും അങ്ങനെയാണ്. നിങ്ങൾ പിശാചിൻ്റെ കാലടിപ്പാടുകൾ പിൻപറ്റരുത്, പിശാചിനെ പിൻപറ്റരുത് എന്നല്ല, ഖുതുവാത്ത് ശൈത്താൻ അല്ലേ, പിശാചിൻ്റെ കാലടികളെ പിൻപറ്റരുത്. പിശാച് നിന്നെ ഒറ്റയടിക്ക് കാഫിറാക്കുമെന്നില്ല, ഒറ്റയടിക്ക് നിന്നെ ഫാസിഖാക്കുകയില്ല. പിശാച് എന്താ ചെയ്യുക? ഒന്ന് ക്ലാസ്സിന് വരാതിപ്പിച്ച്, അപ്പോൾ അടുത്ത ആഴ്ചയ്ക്ക് നിനക്ക് വ്യാഴാഴ്ച ഒരു പാർട്ടി വരുത്തും, ഒരു വെള്ളിയാഴ്ചയ്ക്ക് നിനക്ക് വരുത്തും, പിന്നെ മെല്ലെ നീ അങ്ങോട്ട് പോയി, അപ്പോൾ നിസ്കാരത്തിൽ ഇച്ചിരി വൈകും. നീ പള്ളിയിൽ കൃത്യമായിട്ട് പോയ ഒരാളായിരുന്നു, നീ വൈകി, പിന്നെ ഈ ആഴ്ച റൂമിൽ നിസ്കരിക്കാം, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എവിടെ നിന്ന് നമ്മൾ മാറിപ്പോയി എന്നിട്ടുണ്ടാവില്ല. നമ്മുടെ നാട്ടിലൊക്കെ രാവിലെ ട്രാഫിക് സിഗ്നലിൽ കൂടെ പോകുമ്പോൾ റൂട്ട് തെറ്റിയാൽ മനസ്സിലാവില്ല, കാരണം ട്രാഫിക് ഒന്നും ഉണ്ടായില്ലല്ലോ. അതിങ്ങനെ പോയത് ഒരുപാട് ദൂരം സഞ്ചരിച്ചാലാ ഞാൻ ഏതോ റോഡിൽ നിന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ പോകേണ്ടത് നമുക്ക് മനസ്സിലാക്കുക. ഇത് ഞാൻ പറഞ്ഞെന്തിനാണെന്നറിയോ? ചില ആളുകൾ അങ്ങനെയാണ്, ഉപദേശങ്ങൾ എത്ര കൊടുത്താലും എനിക്ക് വേണ്ടാന്ന് പറയും. ഇത് വന്ന ആളുകളോട് ഞാൻ ഇനി ഗൗരവത്തെ പറയാണ്, ഒരുപാട് വന്ന ആളുകൾ ഇവിടെ കാണാതിരിക്കുന്നത് കൊണ്ടും പറയാണ്, നമ്മൾ ഇത്തരമൊരു സംരംഭവും ദീന് പഠിക്കാനുള്ള സംരംഭവും ഖുർആൻ പഠിക്കാനുള്ള സംരംഭവും എവിടെ നിന്നാണോ നമ്മുടെ കഴിയുന്നത് ആ ഭാഗത്ത് നമ്മൾ മാറിയാലുണ്ടല്ലോ, നമ്മൾ വിചാരിക്കും ഓരിക്കൊന്നും ഇപ്പം എന്നെ പിടിച്ചാൽ കിട്ടിയിട്ടില്ല, ഓരോക്കെ വിചാരിച്ച് ഞാനൊക്കെ ഓരോ കീലം. ഇതൊന്നല്ല ചിന്തിക്കേണ്ടത്, അള്ളാഹ് എൻ്റെ ഖൽബിൽ സീലി വെക്കുമെന്ന് നമ്മളെപ്പോഴും പേടിക്കേണ്ടത്. എപ്പോഴും മരിക്കുന്നത് വരെ ഇതിനെ ഈമാൻ കൊണ്ട് ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് നമ്മളെ ഖൽബിനെ നനക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. പിടുത്തം വിട്ടോ പോയി. അതാ ജൂതന് പറ്റിയത്. ജൂതൻ പരിഹസിച്ചിട്ട് റസൂലുള്ളാഹിനോട് പറയുക, റസൂലുള്ളാഹിനെ മുസ്ലിങ്ങളെ പരിഹസിക്കുക, ഉപദേശം കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, ഞങ്ങളുടെ ഖൽബ് മൂടിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹ് അപ്പം തന്നെ വായടക്കുന്ന മറുപടി, മൂടിയതല്ല ജൂത, ബൽ ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം, അവരുടെ കുഫ്ർ കൊണ്ട് അതവരെ ശപിച്ചതാണ് അല്ലേ. ഫഖലീലൻ മാ യുഅ്മിനൂൻ, അതിനെ വളരെ കുറച്ചേ അവർ വിശ്വസിക്കൂ. രണ്ടർത്ഥമുണ്ട്. ഫലാ യുഅ്മിനൂന ഇല്ലാ ഖലീല, വളരെ കുറച്ചേ അവർ വിശ്വസിക്കൂ. ഒന്ന്, കുറച്ചാളുകളെ ജൂതന്മാരിൽ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളൂ, കുറച്ചാളുകൾ. ശരിക്കും വരേണ്ടത് കൂടുതലും ക്രിസ്ത്യാനികളിൽ നിന്നും ജൂതന്മാരിൽ നിന്നായിരുന്നു ഇസ്ലാമിലേക്ക് വരേണ്ടത്, കാരണം എല്ലാ നബിമാരെ പറ്റിയും അവർക്കറിയാം അല്ലേ. എന്നാൽ ഏറ്റവും കുറവാണ് ആര് വരുന്നത്? ജൂതന്മാർ വരുന്നത്. ഇനി രണ്ടാമത്തെ അർത്ഥമുണ്ട്, വളരെ കുറച്ചേ ഇവർ വിശ്വസിക്കുകയും ചെയ്യും. ശരിക്കും ഉപകാരപ്പെടുന്നൊരു ഈമാൻ ഇവർക്ക് ഉണ്ടാകില്ല. ഇസ്രായേലിൽ ഒരുപാട് നബിമാർ വന്നില്ലേ, വിശ്വസിക്കും, ഇവർക്ക് ഇഷ്ടപ്പെടാത്തത് വരുമ്പോൾ ഇവർ മാറ്റിമറിക്കും, പിന്നെ കിബറ് കളിക്കും, കളവാക്കി നോക്കും, പറ്റുന്നില്ല കൊന്നും കളയും. ഒരു നബിയെന്നല്ല കൊന്നത്, അള്ളാഹിൻ്റെ ശാപം ഇവർക്ക് കിട്ടാനുള്ള കാരണം എന്താ? ആദ്യ ഭാഗത്ത് പറഞ്ഞ ഇവർ ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട്, ഒരുപാട് അമ്പിയാക്കളെ കൊന്നിട്ടുണ്ട്, ആ പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കോ, ഈ മറുപടി നമ്മളെ നാവുകൊണ്ട് പറയുന്നില്ലെങ്കിലും നമ്മൾ ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന ചില സംസാരങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ കേൾക്കലുണ്ട്. എന്താ അവരെ ക്ലാസ്സിന് കാണാത്തത്, എന്താ ഒരു ദഅവത്തിൻ്റെ പ്രോഗ്രാമിന് കാണാത്തത്, എന്താ ഇന്ന് പിന്നെ ഖുർആൻ പഠിക്കുന്ന സംരംഭത്തിൽ അവരില്ലാത്തത്, എന്തൊക്കെയാ നമുക്കൊരാളെ മുമ്പിൽ പോലും പറയാൻ പറ്റാത്ത കാരണങ്ങളായി ഇബ്ലീസ് ഇങ്ങനെ തോന്നിപ്പിക്കുക. ഒരാഴ്ച ഇത് വന്നു പോയി, പിന്നെ അള്ളാഹു ഒരാളുടെ ഹൃദയം ചീലി വെച്ചാൽ പിന്നെ രക്ഷ ഉണ്ടാകില്ല അല്ലേ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുതുബയിൽ നിങ്ങളെ കേൾപ്പിച്ചതാ. പിന്നെ സൊഫിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ഒന്നാമത്തെ സൊഫിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, പിന്നെ ബാങ്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ആരെങ്കിലും അതിൻ്റെ കൂലിയെപ്പറ്റി അറിഞ്ഞിരുന്നുവെങ്കിൽ എല്ലാവരും ഒന്നിച്ച് വന്ന് നെറുക്കിടും. എന്നിട്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാസ്റ്റ് എന്താ പറഞ്ഞത്? വലാ യസാലു റജുലു യതഅഖർ, ഒരാൾ ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ പിന്നിലേക്ക് ഇങ്ങനെ മാറി നിൽക്കും, മാറി എത്രത്തോളം മാറും? ഹത്താ യുഅഖിറുല്ലാഹ്, പിന്നെ അള്ളാഹുവിനായിട്ട് മാറ്റിക്കളയും, നരകത്തിലേക്ക് വരെ. നമ്മളിത് മാറും പോകും എവിടത്തേക്കാ? പിന്നെ ഓനെ ഇസ്ലാമിൽ തന്നെ കാണൂല. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത് ഒറ്റയ്ക്ക് അങ്ങനെ നടക്കണ്ടേ, കൂട്ടത്തിൽ കൂടി നടന്നോ, സംഘത്തിൽ കൂടി നടന്നോ, ഈ സംരംഭത്തിൽ കൂടി നടന്നോ. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ പലതും ചിന്തിക്കും, എന്തിനാ ഇപ്പോൾ എല്ലാ വ്യാഴാഴ്ച വെള്ളിയാഴ്ചയൊക്കെ ക്ലാസ്സിന് പോകുന്നത്, ഇവരും ക്ലാസ് അവിടെ. ഇപ്പോൾ ക്ലാസ്സൊക്കെ വാട്സപ്പിൽ അങ്ങനെ വരുന്നുണ്ട്, യൂട്യൂബിൽ അങ്ങനെ വരുന്നുണ്ട്, വീട്ടിൽ നിന്ന് കേട്ടുകൂടെ, ശൈത്താൻ തോന്നിപ്പിക്കും, അടുക്കളയിൽ നിന്ന് കേട്ടുകൂടെ, ലൈവായിട്ട് ഇപ്പോഴത്തെ ക്ലാസ് 2 ദിവസം കഴിഞ്ഞാൽ നെറ്റിലേക്ക് വരുന്നില്ല, അതിൽ നിന്ന് കേട്ടു. ഇതൊക്കെ ഇങ്ങനെ തോന്നിക്കും. ഇത് വരാതിരിക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാണ് അല്ലേ.
പിന്നെ ഈ പറഞ്ഞ എങ്ങനെ യൂട്യൂബ് കേൾക്കും, യൂട്യൂബിൽ അതാൾ ഉണ്ടാകുമല്ലോ, ഇപ്പം തൽക്കാലം ഈ പ്രോഗ്രാമിങ് കാണാം, അല്ലെങ്കിൽ അതിങ് കാണുക അല്ലേ, ഇത് കണ്ട് പിന്നെ ഓൻ ഇത് കാണലുണ്ടാകില്ല. ഇത് കാണുമ്പോൾ ഇപ്പുറത്ത് എന്താൾ അതായിരിക്കും കാണലുണ്ടാകുക. ഇതാണ് കൂട്ടത്തിലില്ലെങ്കിൽ ഉണ്ടാകുന്ന അബദ്ധം. നമ്മൾ ആ ഒരവസ്ഥ ഉണ്ടാകരുത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ പിന്തിയാൽ അള്ളാഹു നമ്മളെയും മാറ്റും എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. റബ്ബ് കാക്കുമാറാകട്ടെ. അടുത്ത വചനം, വലമ്മ ജാഅഹും, അവർക്ക് വന്നപ്പോൾ, കിതാബുൻ, വേദഗ്രന്ഥം, മിൻ ഇൻദില്ലാ, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന്. അഥവാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു തആല ഖുർആൻ കൊടുത്തു അല്ലേ. അങ്ങനെ ആ വേദഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത മുസദ്ദിഖുൽ ലിമാ മഅഹും, തങ്ങളുടെ കൂടെയുള്ള ഗ്രന്ഥത്തെ സത്യപ്പെടുത്തിയിട്ടാണ് അത് വരുന്നത്. അവരോടൊപ്പമുള്ളതിനെ സത്യപ്പെടുത്തിയിട്ട് അള്ളാഹു അവർക്ക് വേദഗ്രന്ഥം കൊടുത്തപ്പോൾ ഇവരാരായിരുന്നു ശരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ ആ ഭാഗം, വകാനു, ഇവരായിരുന്നു, മിൻ ഖബിൽ, മുമ്പ്. ഉദ്ദേശിക്കുന്ന ഈ അർത്ഥം ആദ്യം ആശയം മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹ് ഖുർആൻ കൊടുത്തല്ലോ, അത് ഇവർക്ക് ജൂതന്മാരെ ഇതാണ് ഗ്രന്ഥം, അള്ളാഹിൻ്റെ ഗ്രന്ഥം, നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആ ഗ്രന്ഥം അവർ നിഷേധിക്കുമ്പോൾ ഇത് നിങ്ങളെ തൗറാത്തിനെ ശരിപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ജൂതനെ പറ്റി പറയാം, വകാനു മിൻ ഖബൽ, ഇവർ മുമ്പായിരുന്നു, യസ്തഫ്തിഹൂന അലല്ലദീന കഫറു, യസ്തഫ്തിഹൂന, അവർ വിജയം വിജയം തേടിക്കൊണ്ടേയിരുന്നു. ആർക്കെതിരെ? അലല്ലദീന കഫറു, കാഫിരീങ്ങൾക്കെതിരെ. അങ്ങനെ ഫലമ്മ ജാഅഹും മാ അറഫു, അവർ മനസ്സിലാക്കിയത്, അവർക്ക് അറിയുന്നത് വന്നപ്പോൾ കഫറു ബിഹി, അവരതിനെ നിഷേധിച്ചു. ആശയം മനസ്സിലായല്ലോ. ഇവർ റസൂലുള്ള ഈ വേദഗ്രന്ഥം കൊണ്ട് വരുന്നത് വരെ അവർ വിജയം അർത്ഥിച്ചിരുന്നു. ആരോട്? കാഫിരീങ്ങൾക്കെതിരെ. മദീനയിലെ അറബി മുശ്രിക്കുകളുമായിട്ട് ജൂതന്മാർ വഴക്കും പ്രശ്നങ്ങളും യുദ്ധങ്ങളും കലഹങ്ങളും ഉണ്ടാകും. അപ്പോഴൊക്കെ ഇവർ അറബികളോട് പറഞ്ഞു, ജൂതന്മാർ പറയാം അറബികളോട്, ഞങ്ങൾക്ക് ഒരു നബി ഇപ്പം വരും, ആ നബി വരുമ്പോൾ ഞങ്ങൾ ആ നബിയുടെ പിന്നിലുണ്ടാകും. അതോ മുഹമ്മദ് നബിയ? ആരാ പറയുന്നത്? ജൂതൻ. എന്നിട്ട് നിങ്ങൾക്കെതിരെ ഞങ്ങൾ യുദ്ധം ചെയ്യും. ഇവർ അള്ളാഹിനോട് പ്രാർത്ഥിക്കും, പഠിച്ചോനെ ആ നബീനെ വേഗം പറഞ്ഞേച്ച്. എന്തിന്? ഈ അറബികളെ തോപ്പിക്കാൻ. എന്നിട്ട് ഈ തഫ്സീറുകളിൽ, ചരിത്ര ഹദീസൊന്നല്ല, ചരിത്രങ്ങളിൽ കാണാം, മുആദ് ബിൻ ജബലും മറ്റൊരു സഹാബിയും പറഞ്ഞു എന്ന് ഒരു പറയപ്പെടുന്നതാണ്. അതിൻ്റെ ഹദീസ് എന്ന നിലക്കല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇവർ ഈ ജൂതന്മാരോട് ചോദിച്ചു, അല്ല ജൂതന്മാരെ, ഞങ്ങൾ മുശ്രിക്കായിരിക്കുമ്പോൾ നിങ്ങളല്ലേ ഞങ്ങളോട് പറഞ്ഞത് ഒരു നബി വരാനുണ്ട്, ഇന്ന ഗുണങ്ങളുണ്ട്, ഇന്ന സിഫത്തുണ്ട്, അത് നല്ല നബിയാണെന്നൊക്കെ പറഞ്ഞത്. ആ നബി വന്നു, ഞങ്ങളെ വിശ്വസിക്കുകയും ചെയ്തു. നിങ്ങളെന്താ ഇപ്പോൾ അപ്പുറത്ത് തന്നെ ദേവത്ത് നടത്തുന്ന ആൾ നിങ്ങളാ? അപ്പോൾ ജൂതന്മാർ പറയാ, ഞങ്ങൾ പറഞ്ഞ നബി ഒന്നല്ലത്. കാരണം ജൂതന്മാരെന്താ വിചാരിച്ചത്? അവർ 100% ഉറപ്പിച്ചിരുന്നു യഹൂദി സമൂഹത്തിൽ നിന്നാണ് മുഹമ്മദ് നബി വരെ. ഈ ഒറ്റ കാരണം ജൂതരും മുസ്ലിം ഇങ്ങനെ ചേരിയായി തീരാൻ കാരണം, അഥവാ ഇവർ വിശ്വസിക്കാതിരിക്കുന്ന കാരണം അത് ഞങ്ങൾക്ക് അറിയയില്ല, അതല്ല നബി എന്താനും. എന്നാലോ ഇവർ പറഞ്ഞ ഇവർ മുമ്പ് മദീനത്തെ മുശ്രിക്കുകളോട് ഈ നബിയുടെ വിശേഷണങ്ങൾ പറഞ്ഞതൊക്കെ ആരിലുണ്ട് താനും? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ട് താനും. അതുകൊണ്ട് അള്ളാഹ് എന്ത് പറഞ്ഞത്? എങ്ങനെയാ യഹൂദികളെ നിങ്ങൾ ഈ മുഹമ്മദ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോവിക്കുന്നതും വേദനിപ്പിക്കുന്നതും അവിശ്വസിക്കുന്നതും? ഈ റസൂൽ വരുന്നത് വരെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആളാണ്, അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അറബികളോട് പറഞ്ഞിട്ട് നിങ്ങൾ വലിയ വിജയം അർത്ഥിച്ച് നടന്ന നിങ്ങൾ, അദ്ദേഹം വന്നപ്പോൾ ഫലമ്മ ജാഅഹും മാ അറഫു, അവർ അറിയുന്നതുമായിട്ട് അദ്ദേഹം വന്നപ്പോൾ കഫറു ബിഹി, നിഷേധിച്ചു. ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ, നിഷേധികളുടെ മേൽ അള്ളാഹിൻ്റെ ശാപമുണ്ടായിരിക്കട്ടെ. ഇതാ അള്ളാഹ് പറയുന്നത്. അള്ളാഹു ശപിച്ചിരിക്കും, എപ്പോഴും ശപിച്ചിരിക്കും കാഫിരീങ്ങളുടെ മേൽ. കാഫിർ എന്ന് പറഞ്ഞാൽ ഈ OBC പെട്ട നമ്മളിൽപ്പെട്ട മറ്റുള്ള ടീമാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. ഇത് നമുക്കുണ്ട്, ഈ പറഞ്ഞതൊക്കെ നമ്മൾക്കുണ്ട്. ഞാൻ ആളുകളോടൊക്കെ എപ്പോഴും പറയലുണ്ട്, ഞാനും നിങ്ങളൊക്കെ പറയും, ഈ ആകാശമൊന്നും കാണുന്നില്ലേ? ഹൈന്ദവരും ക്രൈസ്തവരും യുക്തിവാദികളൊക്കെ ഭൂമി കാണുന്നില്ലേ, പർവ്വതം കാണുന്നില്ലേ? എന്നിട്ട് എന്താ പോലെ അള്ളാഹിനെ മനസ്സിലാക്കുക? നമ്മളെപ്പോഴും മോലെപ്പറ്റി ഇങ്ങനെ ആശങ്കപ്പെടുക. എന്നാൽ ഈ ചിന്തിക്കുന്നതും ചോദിക്കുന്നതുമായി ഞാൻ ചിന്തിക്കുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കിയ എനിക്കറിയാം ഖബറുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട് എന്നൊക്കെ അറിയാം. നമ്മുടെ ജീവിതം എങ്ങനെയാണ്?
ആ സ്വർഗം കിട്ടാനാണോ? ഭൂരിഭാഗം ആൾക്കാരും ജീവിക്കുന്നത് ഈ പോകുന്നത് ഈ നരകത്തിലേക്ക് അല്ലേ? ആ ദുനിയാവിൻ്റെ പിന്നാലെ ഓടി നരകത്തിലേക്കുള്ള ഓട്ടത്തിൻ്റെ തിരക്കിലെല്ലാവരും. നമ്മളതാ ചിന്തിക്കേണ്ടത്. നമ്മൾക്കറിയാം റസൂലുള്ള കൊണ്ടുവന്നൊക്കെ സത്യമാണ്, എന്നിട്ടെന്താ നമ്മൾ നിഷേധിക്കുന്നത്? സക്കാത്ത് കൊടുക്കാത്ത, അത് താല്പര്യമില്ലാത്ത അയാൾ തൻ്റെ മുതലിന് സക്കാത്ത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഹറാമ് കാണാനും കേൾക്കാനും പറയാനും ചെയ്യാനും ഇഷ്ടമുള്ള ആളുകൾ ഓൻ ചെയ്യുന്ന കാര്യം ഹറാം അല്ലാതാക്കാൻ നോക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ വേഷത്തിലും നമ്മുടെ സംസാരങ്ങളിലും ഒക്കെ ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൻ്റെ നിയമത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കും. റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കലും മുസ്ലിം ആകൂല ഞാൻ കൊണ്ടുവന്നതിനോട് നിങ്ങളെ മനസ്സ് ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നത് വരെ. നമ്മളെല്ലാവരും ചെയ്യുന്നത്, നമ്മൾ ഒരു കാര്യം ഉണ്ടാക്കിയിട്ട് അതിനെങ്ങനെ എന്തെങ്കിലും ഇസ്ലാമിൻ്റെ നിയമമുണ്ടോ നോക്കാൻ നടക്കുന്നത്. അത് ഈ മൗലവിനെ കിട്ടിയില്ലെങ്കിൽ ആ മൗലവിനെ കിട്ടിയില്ലെങ്കിൽ ഈ മൗലിയാർ അല്ലേ? എവിടെയെങ്കിലും പോയി നോക്കും. അങ്ങനെ അവസാനം പറയും, ആചാരെ നിങ്ങളെ മുതലിന് സക്കാത്ത് കൊടുക്കണ്ട. അതുകൊണ്ട് കിട്ടുന്നത് വരെ നമ്മളിങ്ങനെ മസല ചോദിച്ചു കൊണ്ടേയിരിക്കും. ഇങ്ങനത്തെ ആൾക്കാർക്കാണ് അതാണ് ശാപം ഉണ്ടായിരിക്കുന്നത്. ഒരു കാര്യം പഠിച്ചോ, കണ്ണുകൊണ്ടായത്ത് കണ്ടോ, ഹദീസ് കേട്ടോ, പഠിച്ചോ, മനസ്സിലാക്കിയോ, അത് പിന്നീട് ജീവിതത്തിൽ പൂർത്തിയായി അത് ചെയ്യുക. ഒരു സ്വഹീഹായ ഹദീസ് നീ കണ്ട് പഠിച്ചാൽ അതിനെക്കൊണ്ട് നീ അമലി ചെയ്യൽ നിനക്ക് നിർബന്ധമാണ്. പിന്നെ അപ്പുറത്തിപ്പുറത്തും ചോദ്യമില്ല, അത് അമലി ചെയ്തിരിക്കണം അതിനെക്കൊണ്ട്. ഇത് ജൂതൻ്റെ സ്വഭാവമായിരുന്നു. ഒക്കെ സത്യം അറിഞ്ഞിട്ടും അവർ ആ റസൂലുള്ള വന്നപ്പോൾ തങ്ങളുടെ കൂട്ടത്തിൽ നിന്നല്ല എന്നതുകൊണ്ട് ഒറ്റയടിക്ക് അവർ ആ റസൂലുള്ളാഹിയെ നിഷേധിച്ചു. ആ നിഷേധം കൊണ്ട് തന്നെ ജൂത സമൂഹത്തിന് അള്ളാഹുവിൻ്റെ ശാപമുണ്ടായിരിക്കുമെന്നുള്ള പറയുന്നു. ബിഇസ മഷ്തറൗ ബിഹി അൻഫുസഹും അൻ യക്ഫുറു ബിമാ അൻസലല്ലാഹു ബഗിയൻ അൻ യുനസ്സിലല്ലാഹു മിൻ ഫളിഹി. ബിഇസ മഷ്തറൗ, അവർ വിറ്റ് വാങ്ങിക്കഴിഞ്ഞ ഒരു കാര്യം എത്ര മോശപ്പെട്ടതാണ്. ഇഷ്തറാന്ന് വെച്ചാൽ ശരിക്കും വാങ്ങുക എന്നാണ്. അതാണ് അതിന് എപ്പോഴും ആ പദത്തിനാണ്, ഇഷ്തറ എന്നുള്ള പദം വാങ്ങുന്നതിനാണ് ഉപയോഗിക്കൽ. ഇവിടെ ആ പദത്തിന് വിറ്റു എന്ന ഒരർത്ഥവും കൊടുക്കലുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ക്രയവിക്രയം നടത്തുക എന്ന് വന്നതുകൊണ്ട് അത് കൊടുത്ത് വാങ്ങുന്ന ഒരു കാര്യം. ജൂതന്മാരൊരു കാര്യം അങ്ങോട്ട് കൊടുത്തു, ഇങ്ങോട്ടൊരു കാര്യം വാങ്ങി. ഇതിപ്പോൾ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ടാണ് ഈ പദത്തിന് വിറ്റുവാങ്ങി എന്ന് ഉദ്ദേശിക്കുന്നത്. ബിഇസ മഷ്തറൗ ബിഹി അൻഫുസഹും, തങ്ങളുടെ ദേഹങ്ങളെ വിറ്റുവാങ്ങിയത് അവർക്ക് എത്ര മോശപ്പെട്ടതാണ്. എന്തിന്? അൻ യക്ഫുറു, എന്തിന് പകരമാണോ അവർ തങ്ങളുടെ ദേഹങ്ങളെ വിറ്റുവാങ്ങിയത് അത് ഭയങ്കര മോശമാണ്. അതായത് അൻ യക്ഫുറു, അവർ നിഷേധിച്ചു കളഞ്ഞു ബിമാ അൻസലല്ലാ, അല്ലാഹു തആല അവർക്ക് ഇറക്കിയത്. ജൂതന്മാർ ചെയ്തൊരു ഒരു മോശപ്പെട്ട കാര്യത്തെപ്പറ്റി അല്ലാഹ് പറയുക, പരലോകത്ത് ശാശ്വതമായ നരകം അവർ വാങ്ങി, സ്വർഗം അങ്ങോട്ടും ഒഴിവാക്കിയിട്ട്. അഥവാ അള്ളാഹു ജൂതന്മാർക്ക് ഇറക്കിയ ഈ സത്യം, റസൂലുള്ള അറബി ഗോത്രത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് റസൂലുള്ളയോടുള്ള അടങ്ങാത്ത ബഗി, ദേഷ്യം കൊണ്ട് ഇവർ റസൂലുള്ളാഹിനെ നിഷേധിച്ചു. ആ നിഷേധത്തിലൂടെ അവർ വാങ്ങിയത് എന്താണ്? നരക. അതാണ് ആ വിറ്റുവാങ്ങിയത്. എത്ര മോശം. ഇവർക്ക് ശരിക്കും സ്വർഗം വാങ്ങാൻ കഴിയുന്ന ആളുകളായിരുന്നു. പക്ഷേ അല്ലാഹ് പറയുന്നു എത്ര മോശമാണ്. ഇഷ്തറൗ ബിഹി അൻഫുസഹും, അഥവാ തങ്ങളുടെ സ്വന്തങ്ങളെ അവർ അതിന് പകരമായിട്ട് വിറ്റുവാങ്ങിയത്. അൻ യക്ഫുറു, അതായത് അവർ നിഷേധിക്കുന്നു ബിമാ അൻസലല്ലാഹു, അല്ലാഹു അവർക്ക് ഇറക്കിയത്. ബഗിയൻ, എന്ത് കാരണം കൊണ്ട്? അക്രമം കൊണ്ട്, അല്ലെങ്കിൽ അസൂയ കൊണ്ട്. അൻ യുനസ്സിലല്ലാഹ്, അല്ലാഹു ഇറക്കിയതിലുള്ള അസൂയ. മിൻ ഫളിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന്. അലാ മൻ യശാ, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക്. മിൻ ഇബാദിഹി, തൻ്റെ അടിമയിൽ നിന്ന്. എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായോ? ഇല്ലല്ലോ. അള്ളാഹു ഒരു അൻ യുനസ്സിൽ അല്ലാഹു മിൻ ഫളിഹി, അള്ളാഹ് തൻ്റെ ഔദാര്യത്തിൽ നിന്നൊന്ന് ഇറക്കി. അഥവാ പടച്ചോൻ്റെ ഔദാര്യമായിരുന്നു ആരെ നബിയാക്കൽ? മുഹമ്മദ് നബിയെ നബിയാക്കിയത്. അലാ മൻ യശാഉ മിൻ ഇബാദി, തൻ്റെ അടിമയിൽ നിന്ന് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് അള്ളാഹ് ഇറക്കി. ഈ ഇറക്കിയതാണ് ജൂതന് പകയായതും ജൂതൻ റസൂലുള്ളാഹിനെ നിഷേധിക്കാൻ കാരണമായതും
അങ്ങനെ ഇവർ കുഫർ വാങ്ങിയിട്ട് പരലോകത്ത് നരകം വാങ്ങിയിട്ട് സ്വന്തം നഫ്സിനെ പിന്നെ ഈ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി നിന്നു. ഒറ്റൊരു കാരണമേ ഉള്ളൂ. എന്താ കാരണം? അല്ലാഹ് പറയുന്നത്, പടച്ചോൻ അവൻ്റെ ഔദാര്യത്തിന് ഉദ്ദേശിച്ചതാണ് അറബികളിൽ നിന്ന് ഒരു നബിയെ കൊടുക്കാൻ. എന്തിനാ? ഏതെങ്കിലും ഒരു സമൂഹത്തിന് മാത്രം അവകാശപ്പെട്ടതല്ല ഈ നബിമാരുണ്ടാകുക എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹ് അറബിയെ കൊടുത്തു. ജൂതന്മാരെന്താ വിചാരിച്ചത്? നബി ആരിൽ നിന്ന് വരുന്നായിരുന്നു? അവരിൽ നിന്ന് വരുന്നായിരുന്നു. ആ അവരിൽ നിന്ന് വരാത്തത് കൊണ്ട് അവർക്ക് ബഗിയുണ്ടായി, അസൂയ ഉണ്ടായി. അതിൽ നിന്നാണ് ഇവർ നിഷേധിയാകുന്നത്. പല സമൂഹങ്ങളും പല വിഭാഗങ്ങളും പിന്നെ ഈ കുഫറിലേക്ക് എത്തിച്ചേരാനും തെമ്മാടിത്തത്തിലേക്ക് എത്തിച്ചേരാനൊക്കെ കാരണം എപ്പോഴും ഇന്നും ഈ അസൂയ തന്നെ. നിങ്ങളൊക്കെ സാധാരണയൊക്കെ പിന്നെ ക്ലാസ്സിനൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഉംറക്കെല്ലാം പോകുമ്പോൾ ഇങ്ങനെ ഡൗട്ട് ചോദിക്കൂലേ, എന്താ ഈ ഖുർആനും സുന്നത്തും പറ നിങ്ങളും ഇങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കുന്നത്? എന്താ മതസംഘടനകൾ ഒരുപാട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്? എന്താ എല്ലാവരും പണ്ഡിതരല്ലേ? ഓരും പണ്ഡിതർ, നിങ്ങളും പണ്ഡിതർ, നിങ്ങളല്ലേ ഞങ്ങൾക്ക് ഖുർആൻ ഓതിത്തരുന്നത്, ഹദീസ് ഓതിത്തരുന്നത്? എന്താ തമ്മിൽ തെറ്റരുന്നുള്ള ഹദീസ് നിങ്ങൾക്ക് തന്നെ കണ്ടുകൂടെ? ഇതൊക്കെ ആൾക്കാർ ന്യായമായിട്ട് ചോദിക്കും. നല്ല ചോദ്യം തന്നെയാണ്. ഉരുട്ടുള്ള ആൾക്കാർ ഉരുട്ടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചോദിക്കും, അല്ലേ? ഒക്കെ ശരിയാ. പക്ഷെ നിങ്ങൾ പലപ്പോഴും നോക്കിക്കോ, പല സമൂഹങ്ങളും അബദ്ധത്തിലേക്കും പിഴച്ച വിശ്വാസങ്ങളിലേക്കൊക്കെ പോകൽ എന്തിനാണെന്നറിയോ? പിന്നെ ഈ ഒരാളോടുള്ള ദേഷ്യം, ഒരു വ്യക്തിയോട് എന്തെങ്കിലും ഇയാൾ നേടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും, പിന്നെ ഉൾട്ടയായിട്ട് അതയാൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, കൊടുത്തിട്ടും ഉണ്ടാകൂല, അന്ന് തുടങ്ങിയിട്ടുണ്ടാവും, അല്ലേ? അത് ഒരു മതപരമായ ഫീൽഡിൽ ജീവിക്കുന്ന വ്യക്തിയാകുമ്പോൾ മതപരമായിട്ട് ഉപയോഗിക്കും. വേറെ ആൾക്കാർ രാഷ്ട്രീയപരമായിട്ടാകുമ്പോൾ, അല്ലേ, ഇവിടുന്ന് അപ്പുറം മാറ്റിക്കുത്തി ഓന അവിടെ കാലുവാരും. ഇങ്ങനെ എല്ലാവരും ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് സമൂഹങ്ങൾ ഖുർആനിൻ്റെ നിങ്ങൾ ഏതായത്തിലും ജനങ്ങൾ ഭിന്നിക്കാനുള്ള കാരണം ബഗിയാണ്, പരസ്പരമുള്ള പകയാണ്. പക വെച്ചാലും അസൂയ വെച്ചാലും ഒരാളെ പിന്നെ അംഗീകരിക്കും. എനിക്കൊരാളോട് അസൂയ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ പറയുന്നൊക്കെ ഞാൻ കുറ്റാക്കിയിട്ട് ആൾക്കാരോട് പറയുക. എനിക്ക് കാരണം എന്താ? ഒന്നേ കാരണം, എനിക്ക് അയാളെ കണ്ടുകൂടാ. അതിന് മറ്റുള്ളവരെന്താ തെറ്റ് ചെയ്തത്, അല്ലേ? നമുക്കത് ഉണ്ടാകരുത്. നമ്മളെ മനസ്സിൽ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട, ഒരാളോടും ബഗി ഉണ്ടാകരുത്. ഞാനിത് ഒരുപാട് ഇങ്ങോട്ട് പറയുന്നത്, ഞാൻ എപ്പോഴും പറയലുണ്ട്, അല്ലേ? നമ്മുടെ മനസ്സിലെപ്പോഴും, എൻ്റെ മനസ്സിൽ സ്വാധീനിച്ചൊരു ഹദീസാണ് ആ സ്വഹാബി റസൂൽ എപ്പോഴും ആ സ്വഹാബി പള്ളി കയറി വരുമ്പോൾ സ്വർഗത്തിലാന്ന് പറയും. എന്താ കാരണം? ഒരാളോട് അയാൾക്ക് എന്തില്ല? നന്മയിൽ അസൂയയില്ല. അത് ഭയങ്കര ഒരു സ്വഭാവമാണ്. അസൂയ വെച്ചാൽ നമ്മൾ ആരെയാണോ അസൂയ വെക്കുന്നത് അയാൾക്കല്ല ബുദ്ധിമുട്ട്. നമുക്കൊരിക്കലും ഉറക്കം വരില്ല, നമുക്ക് സ്വസ്ഥത ഉണ്ടാകൂല, അല്ലേ? തമ്മിൽ ഒരു ഒന്നിച്ച് നിൽക്കുന്ന മുസ്ലിം ഉമ്മത്തിനെ തമ്മിലിങ്ങനെ തെറ്റിക്കല, പരസ്പരം പകവെച്ച് നടക്കല, എന്നിട്ട് മുസ്ലിം ഉമ്മത്തിനെ ചെതറിക്കുന്നൊരവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ്റെ അസൂയാകും. അതുകൊണ്ടാണ് ജൂതന്മാരും പിഴച്ചു പോകാനുള്ളൊരു കാരണം, അവർക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണെന്ന് ബോധ്യപ്പെടാഞ്ഞിട്ടല്ല, ഇസ്ലാമാണ് സത്യം എന്ന് ബോധ്യപ്പെടാഞ്ഞിട്ടല്ല, ബാപ്പ മക്കളെ അറിയുന്നത് പോലെ ഇതാണ് സത്യം എന്നറിയുന്നവരാണ് ജൂതന്മാർ. പക്ഷെ അവർക്ക് മനസ്സിൽ എന്തുണ്ടായിപ്പോയി? ബഗിയുണ്ടായി, അസൂയ ഉണ്ടായി. എന്തിലാ അസൂയ വന്നത്? ഇനി നിങ്ങൾ പറ, എന്തിലാ അസൂയ വന്നത്? പ്രവാചകൻ അറബിയിൽ നിന്ന് വന്നുപോയി, ജൂതരിൽ നിന്ന് വന്നുപോയില്ല. ഇത് ഞാൻ സാന്ദർഭികമായിട്ട് പറയാണ്, നമുക്കൊക്കെ അങ്ങനെ ഉണ്ടാകും, അല്ലേ? ഇപ്പോൾ ഒരു ദൈവത്തിന് വേണ്ടി നമ്മളൊരു കൂട്ടായ്മ നാട്ടിലുണ്ടാക്കി, അല്ലെങ്കിൽ നിങ്ങൾ മഹലിലൊരു പള്ളീൻ്റെ വിഷയം വന്ന്, നമ്മൾ വിചാരിച്ച ടീമിനല്ല ഒരു പള്ളിയുടെ ഭരണം കിട്ടിയതെങ്കിൽ പിന്നെ അതോടുകൂടി പോയി, അവിടെ പ്രശ്നം ഉണ്ടാക്കി. സത്യമല്ലേ? ഒരു ഇസ്ലാഹി സെൻറ്റർ വരിക, അല്ലെങ്കിൽ വേറെ ദൈവാ സംരംഭം വരിക, ഒരു കമ്മിറ്റി വരിക, എന്തൊരു തീരെ നിങ്ങൾ നോക്കിക്കോ, ഞാൻ വിചാരിച്ചതല്ലേ, എല്ലാവരും ഒന്നിച്ചു നിന്നാലായിരിക്കും ഈ സംഗതി വിജയിക്കൂ, അല്ലേ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് തന്നെ നമുക്കത് പണ്ഡിതന്മാർ വ്യക്തമാക്കി പഠിപ്പിച്ചു. ഒരു ദിവസം റസൂലുള്ളാഹി നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ തെറ്റിപ്പോയി, മറവി സംഭവിച്ചു. എന്താ നിസ്കാരം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചത്? ആരുടെ വുളുവാ ശരിയാകാത്തതെന്ന് ഒറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. ഒരു സഹാബീൻ്റെ വുളു അവിടെ ശരിയായിട്ടില്ല. എന്താ സംഭവിച്ചത്? ആ ജമാഅത്ത് നിസ്കാരത്തിന് ഇത് ബാധിച്ചു. ഇതെന്തിനാ പണ്ഡിതന്മാർ ഹദീസ് വെച്ച് പറഞ്ഞിരുന്നത്? ഒരുത്തൻ്റെ തെറ്റായി ഈ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ കാരണം, അല്ലേ? ഉഹദ് യുദ്ധത്തിൽ 50 ആളെ മുകളിൽ നിർത്തിയിട്ട് പറഞ്ഞു ഇറങ്ങരുത്. 50 ആളും ഇറങ്ങിയിട്ടില്ല, കുറച്ചാളാണ് ഇറങ്ങിയത്, കുറച്ചാൾ. അള്ളാഹ് എന്താ ശിക്ഷ കൊടുത്തത്? ആ 50 ആളുകളുടെ പ്രശ്നം ഉണ്ടാക്കിയത്. മുസ്ലിങ്ങൾക്ക് ബദറിൽ 70 ആളെ മുസ്ലിങ്ങൾ കൊന്നിട്ടുണ്ടെങ്കിൽ 70 മുസ്ലിങ്ങളെ ഉഹദിൽ, അല്ലേ, ഷഹീദാകേണ്ടി വന്നു, അല്ലേ? എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ നബി, എന്താ കാരണം എന്ന് പറഞ്ഞേക്ക് നബിയെ, ഇത് ഹുവ മിൻ ഇൻദി അൻഫുസിക്കും, ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക,
ഈ പക ഏത് കൂട്ടായ്മയിൽ തെറ്റിക്കും. അതുകൊണ്ട് എൻ്റെ പൊന്ന് സഹോദരി സഹോദരങ്ങളുടെ, ഇത് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും എല്ലാവരും പറയാം, നമ്മളിങ്ങനെ കെട്ടിപ്പൊക്കി ഇങ്ങനെ ഉണ്ടാക്കും. ദേവത്തൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ നനച്ച് ഒരുപാട് ആൾക്കാർ നമ്മൾ അറിയുന്നവരും അറിയാത്തവരൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഉണ്ടാക്കും. ഒരു മനുഷ്യൻ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും? ഒന്നാണ്ട് ഇറ്റിച്ചേക്കും. ഇറ്റിക്കേയുള്ളൂ, നേരിട്ട് വന്ന് ഇറ്റിക്കൂല. ദൂരേന്നായിരിക്കും ഒരു ചെറിയൊരു വിഷം ഇറ്റിച്ചിട്ടുണ്ടാക്കുക. അപ്പോൾ മനുഷ്യൻ എന്തോ ഉണ്ടാവും, ഇല്ലാണ്ട് അയാൾ പറയൂലാലോ. അതിങ്ങനെ അതിന് 2 ആളായി, അതിന് 3 ആളായി, അല്ലേ? അതിന് നിഷ്പക്ഷർ വേറെ ഒരു ഭാഗത്തൊരു. ഇതാണ് മതത്തിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ പോകുക. അവസാനം എന്താ ഉണ്ടാകുക? തൗഹീദ് പറയുന്നവർ തന്നെ സ്പ്ലിറ്റായി ഉണ്ടാകും. ഒരു തറവാട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഈ സംഘടനയും കേരള നേതൃത്വത്തിൽ മുജാഹിദീനും ഇത് തന്നെയാണ് എപ്പോഴും. ജനങ്ങളുടെ ചോദ്യം കേൾക്കുമ്പോൾ സങ്കടം ഉണ്ടാകലുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അഥവാ ഒരു KNM സംബന്ധിച്ചോട് നമുക്ക് പറയാനുള്ളത്, പണ്ട് മുതൽ ഈ ഖുർആനും സുന്നത്തും ഈ ആദർശം ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതുപോലത്തെ നേതാവിനോടുള്ള അസൂയ, സീറ്റ് കിട്ടാത്തുള്ള അസൂയ, വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇക്കാരണത്താൽ മാറി മാറി ചെതറിപ്പോയ ആൾക്കാരൊക്കെ പലതും ഇങ്ങനെ ഭിന്ന അഭിപ്രായങ്ങളും പറഞ്ഞ് ചില ആൾക്കാർ തോന്നിവാസങ്ങളിലേക്ക് എത്തി, ചില ആൾക്കാർ ദീനെന്നെ പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി, ചില ആൾക്കാർ വീട്ടിലിരിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു, ചില ആൾക്കാർ ശിർക്ക് പ്രചരിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പോകേണ്ടി വരുന്നു, അല്ലേ? ഓരോ ഭാഗത്തേക്കും എത്തും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് അള്ളാഹുവോടെപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ഒരാളോടുള്ള അസൂയ, ആ അസൂയ നിമിത്തം പല സമൂഹങ്ങളും ശരിക്കുള്ള വിശ്വാസത്തിൽ നിന്ന് പിഴച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ജൂതന്മാർക്കും അത് സംഭവിച്ചു. എന്നിട്ട് അള്ളാഹ് പറയാണ് ഫബാഉ, അങ്ങനെ അവർ മടങ്ങി. ഈ അസൂയ നിമിത്തം അവർ എവിടത്തേക്കാണ് മടങ്ങിയത്? ബിഗളബിൻ അലാ ഗളബ്, ബിഗളബിൻ അലാ ഗളബ്, കോപത്തിൻ്റെ മേൽ കോപവുമായിട്ട് അവർ മടങ്ങി. ഇതാണ് ഈ അസൂയ വെച്ചിട്ട് ദീനിന്ന് പിഴച്ചു പോയ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അടങ്ങാത്ത കോപം കിട്ടിയിട്ട് അള്ളാഹ് പറയാ വലിൽ കാഫിരീന, സത്യനിഷേധികൾക്കുണ്ട്, അവിശ്വാസികൾക്കുണ്ട്, അദാബും മുഹീൻ, നിന്ദ്യമായ ശിക്ഷയുണ്ട്. ഇതാണ് സത്യത്തിൽ നിന്ന് പിഴച്ചുപോയ ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷ. എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അള്ളാഹ് പറയാണ്, ഇത്തരം പകയും വെച്ച് നടക്കുന്ന ആളുകൾ, ജൂതരോടാ പറയുന്നത്, ഒരുപാട് കോപത്തിൻ്റെ മേൽ കോപങ്ങളുമായിട്ടാണ് അവർ പോയത്. കാഫിര്യങ്ങൾക്ക് ഏറ്റവും നിന്ദ്യമായ ശിക്ഷ അല്ലാഹു തആല നൽകുകയും ചെയ്യും. അല്ലാഹു തആല നമ്മൾ പഠിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ.